നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ NRSTR സ്കൂൾ ഓഫ് വിസ്ഡം ചാനൽ. ഇതിൽ ഏകദേശം ഒരു 500ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ 300ഓളം ടോക്കുകൾ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരാളെ കേൾക്കുമ്പോഴോ ആദ്യം നമ്മൾ തീരുമാനിക്കുന്നത് ഈ പുസ്തകവും അല്ലെങ്കിൽ ഇത് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റാണോ എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ ഈ ഒരു ചാനലിൽ നിരന്തരം നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശുദ്ധബോധം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. വാക്കുകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇത് ആദ്യത്തെ പ്രഭാഷണം തൊട്ട് ഇന്ന് വരെയും അത് തന്നെയാണ് തുടരുന്നത്. പക്ഷേ നമ്മളത് കേൾക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന ആളും കേൾക്കുന്നവരും അങ്ങനെ രണ്ടില്ല. ഇത് കേൾക്കുന്നവരും പറയുന്നവരും എല്ലാം ഈ പാതയിലേക്ക് അന്വേഷിച്ചിറങ്ങുന്നവരാണ്. ഇതൊരു അന്വേഷണമാണ്, ഇതൊരു സത്യാന്വേഷണമാണ്. അപ്പം എന്താണ്, നമ്മൾ സത്യത്തെയാണ് അന്വേഷിക്കുന്നത്. ട്രൂത്താണ് നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ അത് ഒരുമിച്ചാണ് ആ യാത്ര. ഇതിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും മെയിൽ ഐ.ഡിയും കൊടുത്തിട്ടുണ്ട്. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. പലരുമായിട്ട് എനിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ്. അപ്പം ഇത് അങ്ങനെയുള്ള ഒരു ചാനലാണ്. ഇതിൽ കമേഴ്ഷ്യലായിട്ട് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ആവണം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാവണം, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇതിന് ഇല്ല. അപ്പോൾ ഇതൊരു പുസ്തകമാക്കണമെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അതിന് ചിലവുണ്ട്. നമുക്ക് യൂട്യൂബിലാകുമ്പം പ്രത്യേകിച്ച് അങ്ങനെയുള്ള ചിലവുകൾ നമുക്കില്ലാത്തതുകൊണ്ട്, നമുക്ക് സമയപരിധിയും ഇല്ലാത്തതുകൊണ്ട് ലോകത്ത് എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും ഇത് കേൾക്കാം. ഏകദേശം ഒരു 2 ലക്ഷം ആൾക്കാർ ഇതുവരെ ചാനൽ കണ്ടിട്ടുണ്ട്. 2000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് ഇത് കേൾക്കുന്നതെന്നൊന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതേ ഉള്ളൂ. ഈ ഒരു പാതയിൽ കടക്കുമ്പോൾ അത് ശരിയായ ദിക്കിലാണോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്കൊരു ഗൈഡ് വേണം, അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ ഒരാൾ വേണം. അപ്പം അത് വളരെ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും സഹായിച്ചു, വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേറൊരാൾ സഹായിച്ചു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി നല്ലവണ്ണം പഠിക്കാൻ ഒരു അധ്യാപകൻ സഹായിച്ചു, അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് നമ്മൾ ഇന്ന ആളാവാൻ ശ്രമിച്ചു. അബ്ദുൽ കലാം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമുക്ക് അങ്ങനെയുള്ള സഹായഹസ്തങ്ങളും ഇതും വേണം. അത് കിട്ടണമെങ്കിൽ അതിനുള്ള യോഗം നമുക്ക് വേണം. യോഗം മാത്രം പോരാ, നമുക്കതിനകത്ത് പ്രോഗ്രസ് ചെയ്യണം. പലർക്കും വലിയ വലിയ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. അപ്പം ദൈവ അനുഗ്രഹം എന്ന് പറയും, വേദ പുസ്തകങ്ങളെന്ന് പറയും. അപ്പം ഇതിൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് വായിക്കണം എന്നുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിലാകെ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചാനൽ എടുത്തിട്ട് അതിനകത്ത് ചാനൽ എടുക്കുമ്പം അതിനകത്ത് വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോസിനകത്ത് താഴോട്ട് പോകുമ്പം എല്ലാം അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് 100% എല്ലാവർക്കും സത്യമാണെന്നുള്ളതല്ല. സാധാരണഗതിയിൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ നമ്മളൊരു 100 കേസ് സ്റ്റഡീസ് എടുത്താൽ അതിനകത്തൊരു 50 കൂടുതൽ, അല്ലെങ്കിൽ ഒരു 70-80% ആൾക്കാരിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ ആവണമെന്നുമില്ല. കാര്യം ഇതിനകത്ത് പോയ ജന്മങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ജന്മം റിസർച്ചിൽ ഔട്ട്പുട്ടിൽ കണ്ടെത്താൻ സാധ്യമല്ലായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതും സാധ്യമാണ്. ഇപ്പം നമുക്ക് മുൻ ജന്മങ്ങളിലേക്ക് പോകാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷനുണ്ട്. അതിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ
സയൻസ് എന്താണ് ഫിസിക്സ്, അല്ലെങ്കിൽ എന്താണ് മാറ്റർ. ക്വാണ്ടം ഫിസിക്സ് വന്നപ്പോൾ മാറ്റർ തന്നെ ഇല്ല. ഇപ്പം ലോകം ചർച്ച ചെയ്യുന്നത് നമ്മൾ 3% കാര്യങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. 97% കാര്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ആത്മീയതയിൽ പറഞ്ഞിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം അൺമാനിഫെസ്റ്റഡ് എന്ന് ഭഗവത്ഗീതയിലും വേദത്തിലും എല്ലാത്തിലും പറയുന്ന സാധനമാണ്. അപ്പം ബ്ലാക്ക് മാറ്ററും ബ്ലാക്ക് എനർജിയും 97% അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത് സയൻസാണ്. പിന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡാണ്. പിന്നെ ഒരു സ്പൂക്കി തിയറിയെക്കുറിച്ച് പറയുന്നത് സ്പ്ലിറ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ഒരു സാധനം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്, ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് വേറെയാണ്. അപ്പം നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ അത് റിയാക്ട് ചെയ്യും. ഇതിനാണ് ഒബ്സർവ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളാണ് എന്താണ് പറയുന്നത്, ദൈവം, അല്ലെങ്കിൽ നമ്മളാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് റിസർച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ഒരു പാർട്ടിക്കിളിനെ രണ്ടാക്കിയിട്ട് ലോകത്തിൻ്റെ അല്ല, പ്ലാനറ്റിൻ്റെ 2 ഭാഗത്ത് ഒരു 2 കോയിൻ എടുത്തിട്ട് ഒരു കോയിൻ ഇവിടെയും മറ്റേ കോയിൻ എടുത്ത് ചന്ദ്രനെ കൊണ്ട് വെച്ചാൽ, ഇവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഹെഡ് വന്നാൽ അപ്പുറത്തെ സൈഡിൽ അതിന് റിയാക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇന്ന് സയൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ്. ഇത് എക്കാലത്തോ നമ്മുടെ വേദവും ഉപനിഷത്തും പുരാണം. ഈ വേദ ഉപനിഷത്ത് പുരാണം എന്ന് പറഞ്ഞാൽ വേദമേ ഉള്ളൂ. അത് മനസ്സിലാവാത്തതുകൊണ്ട് അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഉപനിഷത്താക്കി, അതിനെ ഡൈല്യൂട്ട് ചെയ്ത് പുരാണം. ഇതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ വളരെ സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആത്മീയതയിൽ നമ്മളെ സഹായിക്കാനായിട്ട് ജിത്തു കൃഷ്ണമൂർത്തിയും രമണ മഹർഷിയും മതി. ഇനി ന്യൂ ജനറേഷൻ ആണെങ്കിൽ എക്കാട്ട് ടോളെ എടുക്കാം, അല്ലെങ്കിൽ നീൽ വോൾഷിനെ എടുക്കാം. ഇതൊക്കെ ടോപ്പ് ആൾക്കാരാണ്. അപ്പം ഇതിൽ താഴോട്ട് കിടന്ന് കറങ്ങിയാൽ നമ്മൾ ഈ പേഴ്സണാലിറ്റിയിൽ കിടന്ന് പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള സിദ്ധികളായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോകും. ഈ ചാനലിൻ്റെ പേർപ്പസ് അതല്ല. പക്ഷേ എന്നാൽ മറ്റേ കാര്യം, ഇപ്പോൾ ഡാർക്ക് എനർജി ഇവിടെ എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ചുറ്റുമുണ്ട്, ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ മാത്തമാറ്റീഷ്യനിലെ ഏറ്റവും വലിയ ഗംഭീരൻ രാമാനുജനും ഇന്ത്യയിലുള്ള ആളാണ്, തമിഴ്നാട്ടുകാരനാണ്. ഇയാൾ കേംബ്രിഡ്ജിൽ പോയി 19-20 വയസ്സേ ഉള്ളൂ. ഇയാൾ 30 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. ആദ്യം ശങ്കരാചാര്യർ ഇവരെല്ലാം 30, 35, 38, 40 കടന്നിട്ടില്ല. അവിടെ ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ അവർ ഇത് എവിടെ നിന്ന് കിട്ടി? അതെൻ്റെ ദേവി തന്നാണ്, സരസ്വതി തന്നാണെന്ന്. അത് സത്യമല്ലേ? ഈ 97% അൺടാപ്ഡ് ഇതിൽ നിന്ന് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ഇതല്ലേ തിയോസഫിക്കാർ പറയുന്നത്. ആനി ബെസൻറ്റ് 300-400 പുസ്തകം എഴുതിയിട്ടുണ്ട്. ബ്ലബസ്കി എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ റെഫറൻസ് ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ട് ഡോക്ടറിൽ ആ ബുക്കൊന്നും ഒന്നും അവൈലബിൾ അല്ല. ഇത് ആൾക്കാർ വിചാരിക്കുന്നത് ഇതെന്തോ കഥയാണെന്നോ സിനിമയെന്നാണെന്നോ. അല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റേ നമ്മുടെ ശ്രീരാമ പരമേശ്വരൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേര് ചരിത്രം എന്താണ്? ഞാൻ പറയുന്നത് ഈ ചരിത്രം പഠിക്കണം ആവശ്യത്തിന്. അങ്ങേര് ചരിത്രം എന്തോ? അങ്ങേര് ജനിച്ചത് ഒരു സാധാ കുടുംബത്തിലാണ്, ജാതി വയസ്സ് താഴെയാണ്. പണ്ടറിയാമല്ലോ, അമ്പലത്തിൽ പോകണമെങ്കിൽ കയറ്റണമെങ്കിൽ കൂടിയവരെ കയറ്റത്തുള്ളൂ. കൽക്കട്ടയിലൊരു സ്ത്രീ ഒരു അമ്പലം ഉണ്ടാക്കി. ഒരു താഴ്ന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നതല്ല, താഴ്ന്ന ഇതിലുള്ളതായിരുന്നു. അങ്ങനെ പൂജാരിയെ കിട്ടിയില്ല. ഇവിടെ സ്വാമിയുടെ അവിടെ 8 മക്കളിൽ ഒരാളാണ് രാമകൃഷ്ണ പരമഹംസർ. വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ചേട്ടനെ പൂജിക്കാൻ അവിടെ വിളിച്ച് അങ്ങനെ കൂടെ ചെന്നതാ. പൂജിച്ചുകൊണ്ടിരുന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ചു. അങ്ങനെയാണ് പുള്ളി പൂജാരിയായത്. അല്ലേ അമ്പലത്തിൻ്റെ പടി കയറാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന സമയത്ത് സിദ്ധികൾ, ഈസോട്ടിക് സ്കൂള്, ഗുപ്തവിദ്യ ഒരു സ്ത്രീ പഠിപ്പിച്ചു കൊടുത്തു. ഭൈരവിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ എനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത് നോക്കിയെടുത്തോണം. അങ്ങനെ അത് പഠിച്ച് മുന്നേറി. ഒക്കൾട്ട് വിദ്യ, ഗുപ്തവിദ്യ, കാളിയെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും.
ശ്രീചക്ര ശ്രീവിദ്യ ഉപാസന, ഇതിലെല്ലാം ഞാൻ ശ്രീചക്ര ശ്രീവിദ്യ ഉപാസന എന്ന് പറയുമ്പം കാളി ഉപാസന തന്നെ പല സ്കൂളുകളുണ്ട്. അത് പല ലെവലിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ രാമകൃഷ്ണ പരമഹംസരെടുത്ത വിദ്യ എന്താണെന്ന് അത് ഇന്നും റെക്കോർഡഡാണ്. അതാരാണ് കൊടുത്തത്, ആ ദീക്ഷ പരമ്പര കൊടുത്തവരുടെ ആൾക്കാർ ഇന്നും ഉണ്ട് കൽക്കട്ടയിൽ. അപ്പം ഇതൊന്നും പഠിക്കാതെ ചുമ്മാ വെറുതെ രാമകൃഷ്ണ പരമഹംസർ അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, വിവേകാനന്ദൻ അവിടെ ചെന്ന് എന്തിനാ ദൈവത്തെ കണ്ടവരെ കാണാനാ പോയത്? അപ്പോൾ എവിടാ നിൽക്കുന്നത്? ഒക്കൾട്ടിലാണ് നിൽക്കുന്നത്. അത് ആത്മീയതയാണോ? അല്ല. അതിനുശേഷം തോത്താഗിരിയെ കണ്ടപ്പോഴാണ് യഥാർത്ഥ ആത്മീയത ഇതെല്ലാം എന്ന് മനസ്സിലാക്കുകയും കാളിയെ തുടച്ചു നീക്കി, ആജ്ഞാചക്രയിൽ നിന്ന് കാളിയെ തുടച്ചു നീക്കുകയാണ് നമ്മൾ പറയുന്ന കോൺഷ്യസ്നസ് ശുദ്ധബോധത്തിലേക്ക് വന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനറിയാമോ? നമ്മൾ ശരിയായ പാതയിലാണോ അല്ലേ? ഇനി വിവേകാനന്ദനും കിട്ടി ഈ ഗുപ്തവിദ്യ. വിവേകാനന്ദൻ കേരളത്തിൽ വന്ന് ചട്ടമ്പി സ്വാമികളെ കണ്ടു. എന്തിനാ? ചിന്മുദ്ര, മുദ്ര, തന്ത്ര, ഇതൊക്കെ ആത്മീയതയാണോ? അല്ല. ഇതെല്ലാം ഒക്കൾട്ടാണ്. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഇനി എന്നാൽ ഇവർ ചെയ്തോ? അവർ ചെയ്തോട്ടെ. അത് കഴിഞ്ഞ് ഈ നമ്മുടെ വിവേകാനന്ദൻ എന്താ പറഞ്ഞു? ഉണരൂ, ജാഗ്രത, ഉണരൂ. അതിഗംഭീര ഡയലോഗ്. എവിടാ വേദത്തിലുള്ള ഡയലോഗ്? സംസ്കൃതം അവിടെ ചിക്കാഗോ സ്പീച്ചിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എറേസ്, എവേക്കൻ. വിവേകാനന്ദൻ്റെ വാക്കുകളല്ല, വേദത്തിലുള്ള വാക്കുകളാണത്. ഇനി അവിടെ ആത്മീയതയിലായിരുന്നു? അല്ല. അത് പവറാണ്, അത് സിദ്ധിയാണ്. എന്നിട്ട് അവസാനം കോൺഷ്യസ്നെസ്സിലേക്ക് കടന്നു. ഏത് പോയിന്റിൽ കടന്നു എന്നുള്ളത് ഓരോരുത്തരും ഓട്ടോബയോഗ്രഫി എടുത്ത് വായിച്ചു നോക്കണം. അത് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാനുള്ളതല്ല ഇത് ഓരോരുത്തരും പണിയെടുത്ത് വായനയിലൂടെയും ആൾക്കാരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് മുന്നേറേണ്ട പാതയാണ്. ഇതൊരു റിസർച്ച് തന്നെയാണ്, സത്യാന്വേഷണം തന്നെയാണ്. ഇത് ഏത് യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്ന ഹയസ്റ്റ് ഡിഗ്രി പോലെ ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫിയാണ്. ഇത് കിട്ടണമെങ്കിൽ കാഠിന്യ പ്രയത്നം ചെയ്യണം. വിവേകാനന്ദൻ അവസാനം എന്താ പറഞ്ഞു? ഏതാ? രാമകൃഷ്ണ പരമഹംസർ കാളിയെ എടുത്ത് ദൂരെ കളഞ്ഞു. വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിനെടുത്ത് ദൂരെ കളഞ്ഞു. ഞാനൊരു പ്രഭാഷകനെന്നും നിങ്ങളൊരു പ്രഭാഷണം കേൾക്കുക. ISA സ്പീക്കർ ആൻഡ് USA ലിസണർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ. ഇങ്ങനെയാണ് എഴുതിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എനിക്ക് വിവരമില്ലായിരുന്നു, ഞാൻ ശുദ്ധബോധത്തിലല്ലായിരുന്നു. ഇനി ഇതിലപ്പുറം എന്ത് വേണം? വിവേകാനന്ദൻ്റെ പുറകെ പോകണോ? രാമകൃഷ്ണ പരമഹംസരെ പുറകെ പോകണോ? പോകരുത്. ഇതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഇനി എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, എന്താണ് ബ്ലാക്ക് എനർജി, എന്താണ് ബ്ലാക്ക് മാറ്റർ, ഇതെല്ലാം നമ്മുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ 13ാമത്തെ ചാപ്റ്റർ എടുത്ത് വായിക്കൂ. ഞാനാണെല്ലാം. ഈ ഞാനെന്ന് പറഞ്ഞാൽ ഏതാ? അൺതിങ്കബിളാണ്, ഏതാ? അൺഎക്സ്പ്ലെയിനബിളാണ്, വാക്കുകൾക്കപ്പുറമാണ്. അതാണ് ഇന്ന് ഇവരടിക്കുന്ന 97% ബ്ലാക്ക് മാറ്റർ, ബ്ലാക്ക് എനർജി. അപ്പോൾ ഇത് ആൾക്കാരിലൂടെ നമ്മൾ ചർച്ച ചെയ്യുമ്പം ഇതൊന്നും നമ്മളെ ഫിസിക്സിൽ പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണോ? വേണ്ട. പക്ഷേ യൂട്യൂബ് എടുക്കുമ്പോൾ അവർ പറയും ഇതാണ് സ്പിരിച്വാലിറ്റി, അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആവശ്യമുള്ളതാണോ? നമുക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം. ഇപ്പോൾ എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം, നല്ലതാണ്. ഇതെല്ലാം വെച്ച് ഒരു പുസ്തകം അച്ചടിച്ചിറക്കാം. കാര്യം ഇനി ഇതിനപ്പുറത്തേക്കൊരു സബ്ജക്റ്റ് മാറ്റർ ഇല്ല സ്പിരിച്വാലിറ്റിക്ക്. ദ കംപ്ലീറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിന് ടൈറ്റിലിട്ടിട്ട് ഈ നടത്തിയ പ്രഭാഷണങ്ങൾ 300-500 പേജാക്കിയാൽ മതി. ഒരു പേജ് ഒരു പ്രഭാഷണം, ഇത്രയേ ഉള്ളൂ. വേൾഡിന് ഉപകരിക്കും. ഇനി വേദം 4 എണ്ണം, ഉപനിഷത്ത് 108 എണ്ണം, പുരാണങ്ങൾ 36 പുരാണങ്ങൾ, 36-38 ആ പുരാണങ്ങൾ, ഇതെല്ലാം ഒരു 3 സെൻറ്റൻസ് മതി. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളൊരു കോളേജ് പ്രൊഫസർ ആവാനോ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനോ ഒരു ഡിഗ്രി എടുക്കാനോ അല്ല.
അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ പഠനമല്ല, ഇത് ബുക്കിൻ്റെ നോളേജും മറ്റുള്ളവരെ പഠിക്കുകയല്ല. മറ്റുള്ളവരെ പഠിക്കുകയും ബുക്കിലൂടെ പോകുമ്പം നമുക്ക് എത്താൻ പറ്റത്തില്ല. അത് തടസ്സമാണ്. പിന്നെ തുടക്കം സ്റ്റേജിൽ നമുക്കൊരാളെ ആവശ്യമുണ്ട്, ഒരു ഗൈഡിന് ആവശ്യമുണ്ട്. നമുക്കൊരു റിസർച്ച് ചെയ്യണമെങ്കിൽ ഒരു ഗൈഡിന് ആവശ്യമുണ്ടെന്ന് പറയുന്ന കണക്ക് ഇവിടെ ഒരു സ്കൂളിൽ പോലും പഠിക്കാത്ത രാമകൃഷ്ണ പരമഹംസരെ ആര് ഗൈഡ് ചെയ്തു എന്ന് പറയുന്ന കണക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ, ഇഫ് യുവർ ഡിസയർ ഇസ് so strong, the whole universe will conspire. ഇത് പുസ്തകത്തിലെ വാക്യമല്ല, വേദത്തിലെ വാക്യമാണ്, ഉപനിഷത്തിലെ വാക്യമാണ്. അപ്പം നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചപ്പം ജിദ്ദു കൃഷ്ണമൂർത്തിയെ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് തോന്നി ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ വാക്കാണ് വി ആർ ദ വേൾഡ്. എന്താണ് അത്? വേദത്തിലുള്ളതാണ്. ദ വയലൻസ് ഇസ് ഇൻസൈഡ്. രണ്ടില്ല, അതും വേദത്തിലുള്ളതാണ്. ചോയ്സ്ലെസ് അവയർനെസ്, ഇവിടെ ചോയ്സ് ഇല്ല, കാര്യം രണ്ടില്ല. ചോയ്സ്ലെസ് അവയർനെസ്. ഒബ്സർവ്ഡ് എഫക്റ്റ്, കാണുന്നവനും കാണുന്ന വസ്തുവും ഒബ്ജക്റ്റും ഇല്ല. അതേതാണ് ഇന്ന് ക്വാണ്ടം ഫിസിക്സും പറയുന്നു, അന്ന് വേദത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലുണ്ട്, വേദത്തിൻ്റെ സാരമാണ്, ഉപനിഷത്തിലുണ്ട്. അപ്പോൾ ഇത് സയൻസ് പഠിക്കുമ്പോൾ ഒരു വിഷയം ഒരു ലെവലിനപ്പുറത്ത് സയൻസിന് കടക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഈ തേർഡ് ഡയമെൻഷൻ അപ്പുറം നമുക്ക് മെഡിറ്റേഷനിലൂടെ കടക്കാൻ പറ്റുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി യോഗി പറഞ്ഞിട്ടുണ്ട്. ഇനി ആൾക്കാർ വായിക്കുന്നവരെന്ത് ചെയ്യും? ആ വഴിക്ക് പോയി ക്രിയായോഗം പഠിച്ചാൽ നമുക്ക് അതുവഴി കടക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ ക്രിയായോഗൻ്റെ വഴിക്ക് പോകും. അങ്ങനെ സാധനങ്ങളുടെ പുറകെ പോയാൽ നമുക്ക് സ്പിരിച്വാലിറ്റി കിട്ടത്തില്ല, സിദ്ധികളെ കിട്ടൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സംഭാഷണം പാടില്ല. സൈലൻസിലെ കോൺഷ്യസ്നെസ് ഉണ്ടാവും. സംസാരിക്കും തോറും ആമ കഴുത്ത് വെളിയിൽ ഇടുന്ന കണക്കാണ് സ്ഥിതപ്രജ്ഞൻ. ഭഗവത്ഗീതയിൽ ഏറ്റവും കോഡാണത്. ആ കോഡ് മനസ്സിലായാൽ നമുക്ക് ഏത് വാതിലും തുറക്കാം. അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ ഉള്ളൊരു വാക്കാണ് സ്ഥിതപ്രജ്ഞൻ. ആലിബാബ 41 കള്ളന്മാരിൽ ആ ഗുഹ തുറക്കുന്ന എങ്ങനെ? അള്ളാക്കു കുസും അബുക കുസും കഥോ തുറക്കട്ടെ സീസയും എന്ന് പറയുന്ന പോലെ ആ വാതിൽ തുറക്കുന്നത് പോലെ അലാവുദ്ദീനും അത്ഭുത വിളക്കും നമ്മൾ ആ അലാവുദ്ദീനെ വിളിക്കുന്നത് പോലെ ഇതിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ, താക്കോലെന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ. ഇതൊന്നും മാത്രം പഠിച്ചാൽ പോരെ? എന്താ സ്ഥിതപ്രജ്ഞൻ? ദർ ഇസ് നത്തിങ് ഗുഡ് ഓർ ബാഡ്. ശരിയും തെറ്റുമില്ല, ചൂടും തണുപ്പുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. ഓൾ ഇസ് വെൽ. ഇത് തന്നെ നീൽ വാൾഷ്, വേൾഡിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ പേഴ്സൺ, ദൈവത്തെ കണ്ട് പുസ്തകം എഴുതിയ ആൾ. ഇത് തന്നെ ലൂയിസെ പറയുന്നത്, വേൾഡിലെ ഏറ്റവും വലിയ ഹീലർ. ഓൾ ഇസ് വെൽ ആൻഡ് ഓൾ ഇസ് പെർഫെക്റ്റ്. ഇത് തന്നെ ആനി ബെസൻറ്റും പറയുന്നത്. പിന്നെ ഈ പണ്ടാരടങ്ങാൻ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? എന്തോ ഈ വായിക്കുന്നത്, എന്തോ ഈ കേൾക്കുന്നത്? ഒരു കുന്തവും ഒരു ചക്കയും മാങ്ങയും കിട്ടത്തില്ല. ആകെ നമ്മൾ കുറേ ആൾക്കാരുടെ പ്രഭാഷണം കേൾക്കുമ്പം അവരുടെ വ്യൂവർഷിപ്പ് കൂടുന്നല്ലാതെ, അവർക്ക് കുറച്ച് പൈസ കിട്ടും എന്നല്ലാതെ അവരും അവിടെ സ്റ്റക്കാണ്. കാര്യം എന്താ? അവരുടെ ഉദ്ദേശം എന്താ? അപ്പോൾ ഇതിൽ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. ഇനാക്ഷനാണ്. ഞാൻ രമണ മഹർഷി ഒരു സ്ഥലത്തിരിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തിരുന്നാൽ നമ്മുടെ തോട്ട് മതി ലോകത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവർ പറയുന്നത് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. ഇതെല്ലാം ഉപനിഷത്തിലും എല്ലാം വേദത്തിലുള്ളതാണ്. ആരുടെയും ഒരു ഭഗവത്ഗീതയും ആരുടെയും സ്വന്തമൊന്നുമല്ല. അപ്പോൾ എന്താണ് പ്രവൃത്തി? മഹാത്മാഗാന്ധിജിയെ കണക്ക് ലോകം നന്നായിക്കൊണ്ടിരിക്കുക. രമണ മഹർഷി അവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ലോകത്തെ നന്നാക്കി. ഇതാണ് പ്രവൃത്തി നിവൃത്തി മാർഗം. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മളല്ല ചൂസ് ചെയ്യുന്നത്. ബുദ്ധൻ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ കുരുക്കിക്കൊണ്ടുപെടുത്തിയത്. അത് ഈ ജന്മമല്ല, പോയ പല ജന്മങ്ങളിൽ. അപ്പോൾ ആ കുരുക്കിൽ നിന്നും നമ്മൾ തന്നെ കുഴിച്ചതാണ്. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സ്ഥിതപ്രജ്ഞനാവണം.
ഞാൻ ഈ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞ സംസ്കൃത വാക്ക് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ കോൺഷ്യസ്നെസ് എന്നും പേഴ്സണാലിറ്റി എന്നും വേറെ വാക്കുകൾ യൂസ് ചെയ്യും. അവിടെ വരുമ്പോൾ ഞാൻ ജിത്തു കൃഷ്ണമൂർത്തിയും എക്കാട്ടോളയും സംസാരിക്കുന്നതൊക്കെ സംസാരിക്കും. മലയാളത്തിൽ പറയുമ്പം ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ തന്നെ ഇത് പറഞ്ഞു പോകണം. അപ്പം ഇനി എന്താണ് നമുക്ക് തടസ്സം? നമ്മുടെ തടസ്സം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ പുസ്തകം വായിക്കും, ഒന്നെങ്കിൽ അന്വേഷിക്കും, അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം. ഇന്നും ചായയും കാപ്പിയും കുടിക്കാതെ ഒരു ദിവസം ഇരിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വ്രതം എടുക്കണം, ഭക്ഷണം കഴിക്കാതെ, പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഈ വഴിക്ക് വരരുത്. ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം എടുക്കണം, പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഈ വഴിക്ക് വരരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം വെറും ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക, പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഒരു നാക്കിൻ്റെ രുചിയും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇനി ഒരു ദിവസം ഉറക്കത്തിലല്ലാതെ ഒരു 5 മിനിറ്റ്, വേണ്ട 1 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? അടുത്ത 7 ദിവസം പറ്റത്തില്ല. അപ്പോൾ കണ്ണിൻ്റെ സുഖവും നമ്മൾ വിടാൻ തയ്യാറല്ല, നാക്കിൻ്റെ സുഖവും വിടാൻ തയ്യാറല്ല. ഇനി അങ്ങനെ ഓരോ കാര്യവും പഞ്ചേന്ദ്രിയങ്ങളിലെ 5 കാര്യങ്ങളിലെ ഒരു കാര്യം പോലും നമ്മൾ വിടാൻ, നമുക്ക് മ്യൂസിക് കേൾക്കണം, നമുക്ക് പാട്ട് കേൾക്കണം, ഇനി നമുക്ക് സിനിമ കാണണം, നമുക്ക് ന്യൂസ് കാണണം. കണ്ണിൻ്റെ സുഖം. ഇനി എക്സ്പീരിയൻസ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുമായിട്ടുള്ള സമ്പർക്കം. ഇതേതെങ്കിലും നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധനെ പോലെ കൊട്ടാരം വിട്ടു പോകാനല്ല. നമ്മൾ ഈ അൺമാനിഫെസ്റ്റ് ഫീൽഡിലേക്ക് കടക്കണമെങ്കിൽ, നമ്മൾ തത്വമസി ആവണമെങ്കിൽ ഇതിൻ്റെ അടിമകളാവരുതെന്നാണ് പറയുന്നത്. ഇത് വേണ്ടാന്ന് പറയുന്നില്ല, ഇത് ഉപേക്ഷിക്കാൻ പറയുന്നില്ല. ബുദ്ധൻ പറയുന്നുണ്ട് തിരിച്ചു വന്നിട്ട്, എനിക്കന്നറിയാമെങ്കിൽ, ഈ അറിവാമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും രാജ്യത്തെയും ഉപേക്ഷിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? നിഷ്കാമമാണ്. ഞാനെന്ന ഭാവത്തിൽ ചെയ്താൽ നമ്മൾ ജഡമാണ്. ജഡമെന്ന് ഉദ്ദേശിച്ചത് പേഴ്സണാലിറ്റിയാണ്, ശുദ്ധബോധത്തിലല്ല. ഇനി എന്ത് ചെയ്താലും എന്നിലുള്ള ചെറിയ സെൽഫിന് വേണ്ടി അല്ലാതെ, ഭക്ഷണം കഴിക്കുന്ന ഉദാഹരണം മാത്രം എടുത്താൽ മതി. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ഭക്ഷണ രീതി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ആക്രാന്തം കൊണ്ടാണ്. നമ്മൾ എന്തിനാ ഒരു വസ്തു വാങ്ങിക്കുന്നത്? വീട് വാങ്ങിക്കുന്നത് താമസിക്കാനാണ്? കാറ് വാങ്ങിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യാനാണോ? അല്ല. നമ്മൾ ഓരോരുത്തരും എടുത്ത് നോക്കി, ജാടൊക്കെയാണ്. നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എത്ര മുറിയുള്ള വീട് വെക്കണം, നമ്മൾ എന്ത് ചെരുപ്പിടണോ, ഷൂ ഇടണോ, നമ്മൾ മുണ്ടെടുക്കണോ, കോട്ടെടുക്കണോ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം നമ്മളിവിടെ ഇത് മുണ്ടുമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്, നാളെ അമേരിക്കയിൽ പോയി ബിസിനസ് ചെയ്ത് നോക്കി, നമ്മൾ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ടേ നടക്കൂ. മഹാത്മാഗാന്ധിജിയെ കണ്ടുപിടിക്കുക. മഹാത്മാഗാന്ധിജി അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയപ്പം കോട്ടും സൂട്ടും ഇട്ടാ? ഇല്ലല്ലോ. രമണ മഹർഷി കോട്ടും സൂട്ടും ഇട്ടാ? ഇല്ലല്ലോ. ജിത്തു കൃഷ്ണമൂർത്തി കോട്ടും സൂട്ടും ഇട്ടു. ജിത്തു കൃഷ്ണമൂർത്തി സന്യാസിയാണോ? അതൊന്നും ഞാൻ ഉത്തരം പറയാൻ ആളല്ല. അതൊക്കെ നമ്മൾ ഓരോരുത്തർ അനലൈസ് ചെയ്യണം. ബുദ്ധൻ ചെയ്തതാണോ ശരി, അല്ലെങ്കിൽ ശ്രീരാമൻ രാജ്യം ഭരിച്ചതാണോ ശരി? രണ്ടും ശരിയാണ്. ജിത്തു കൃഷ്ണമൂർത്തി കോട്ടിട്ടത്, രമണ മഹർഷി കോട്ടിടാതിരുന്ന രണ്ടും ശരിയാണ്. മഹാത്മാഗാന്ധിജി കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ട്, അതായത് ഇത്തിരി പോലെ ഡ്രസ്സ്. ആ കഥ അറിയാമല്ലോ. ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഡ്രസ്സേ ഉള്ളൂ. ആ ഡ്രസ്സ് അയച്ചു വെച്ച് കുളിച്ചിട്ട് അതേ ഡ്രസ്സ് ഇടുകയാണ്. ആ നഗ്നത കണ്ടിട്ടാണ് ഉപേക്ഷിച്ചത്. അതാണ് സന്യാസം. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മളതുപോലെ നമ്മുടെ ഡ്രസ്സ് ഉപേക്ഷിക്കാൻ, ഡ്രസ്സില്ല നടക്കാനല്ല. മിനിമം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ ആഡംബരം കണ്ടു നോക്കി. രാജാക്കന്മാർ തോറ്റുപോകും. ഇതൊക്കെ ആവശ്യമുള്ളതാണോ? ഇല്ല.
പിന്നെ എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ഉർവശി, രംഭ, മേനക, അതായത് ഇലുമിനേറ്റി എന്നൊക്കെ പറയുന്നവരുടെ ഇൻഫ്ലുവൻസിലാണ്. അവരുടെ കാര്യം നടക്കണ്ടേ? അവരുടെ വസ്തു വാങ്ങിക്കണ്ടേ? അവരുടെ പേസ്റ്റ്, സോപ്പ്, കാറ്, ഫ്ലാറ്റ്, വില്ല, ഫ്ലൈറ്റ്, എന്തെല്ലാം, സ്വർണം, വെള്ളി. ഒന്ന് ആലോചിക്കുക, സ്വർണത്തിന് ആക്ച്വലി എന്തോ വില? സാധാ കല്ലല്ലേ ഇത്? കറൻസിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. നാളെ കറൻസിയായിട്ടുള്ള കണക്ഷൻ എടുത്ത ആൾക്കാർ ഇതെടുത്ത് റോഡിലിട്ടാൽ പോലും ആരും എടുക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇല്ലാത്തൊരു കാര്യത്തിന് വിലയും കൽപ്പിച്ച് നമ്മൾ വല്ല റിസർവ് ബാങ്ക് നടത്തുന്ന ഇത് റിസർവായിട്ട് സൂക്ഷിക്കാൻ? ഇതെവിടെ പറയുന്നത്? ഇത് പിടിച്ചു വയ്ക്കാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല. സർവീസാണ്, ഉള്ളത് കൊടുക്കാനാണ്. അത് അറിവായാലും എന്തായാലും കൊടുക്കാനാണ്. ഇത് നമുക്ക് നിഷ്കാമം സാധിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ഒരു പുസ്തകം എടുത്ത് ഒരു സ്ഥലത്തിരുന്ന് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്തിട്ട് അവരവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളെവിടെയാണ് പുറകിൽ അവിടെ പ്രോഗ്രസ് ചെയ്യുക. ഇതിന് പ്രത്യേക മന്ത്രവുമില്ല, തന്ത്രവുമില്ല, പുസ്തകവുമില്ല, ഒന്നുമില്ല. പിന്നെ ഈ ചാനലിൽ ഇത് നിരന്തരം ചർച്ച ചെയ്യുന്നത് ഈ ഉർവശി, രംഭ, മേനക എന്ന് പറയുന്ന എന്തോ ആയിക്കോട്ടെ, അത് പുസ്തകമായിക്കോട്ടെ, പ്രസ്ഥാനമായിക്കോട്ടെ. ജിത്തു കൃഷ്ണമൂർത്തി പ്രസ്ഥാനമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് എടുത്തിട്ട് പോയ ആളല്ലേ. രമണ മഹർഷിക്ക് എന്ത് പ്രസ്ഥാനം? എന്നിട്ട് രമണ മഹർഷിക്കെതിരെ കേസ് കൊടുക്കാൻ ആൾക്കാർ വന്നു, പോലീസുകാർ. അപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട. രാമകൃഷ്ണ പരമഹംസർ പഠിക്കുമ്പം അങ്ങേര് കാളിയെ ഉപവസിച്ച് അതല്ല പഠിക്കേണ്ടത്, ചിക്കാഗോ സ്പീച്ച് അല്ല പഠിക്കേണ്ടത്. നമ്മൾ ശുദ്ധബോധത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് താഴോട്ടുള്ളവരാരും ഈ വഴിക്ക് വരരുതെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ ഇത് മാത്രം പറയുന്നുണ്ട്. ഇന്നെല്ലാം ആകാശിക് റെക്കോർഡ് പഠിക്കാം, ഏഞ്ചലിക് റീഡിങ് പഠിക്കാം, ഏഞ്ചൽ ടാപ്പിംഗ് പഠിക്കാം, എന്തും പഠിക്കാം. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ 49 രൂപ 99 രൂപ കൊടുത്താൽ, 1000 രൂപയ്ക്ക് താഴെ കൊടുത്താൽ ഏത് മിനിസിയേഷൻ എടുക്കാം. ഇതൊന്നും പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിതെല്ലാം ഒബ്സർവ് ചെയ്യാൻ കാരണം ഇവർ പറയുന്ന ആത്മീയതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നോക്കിയിട്ട് ഒരു ബന്ധവും കാണുന്നില്ല. ആത്മീയ പ്രഭാഷകരുടെ പുറകിലല്ല നമ്മൾ പോകേണ്ടത്, പുസ്തകം എഴുതുന്നവരുടെ പുറകിലല്ല പോകേണ്ടത്. ഈ അൺമാനിഫെസ്റ്റ് ഫീൽഡ് ടാപ്പ് ചെയ്തിട്ടുള്ളവരാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. അവർക്ക് മാത്രമേ നമുക്ക് മുമ്പോട്ട് നയിക്കാൻ പറ്റൂ. ബാക്കി എല്ലാം തട്ടിപ്പ് തരികിട ആൾക്കാരാണ്. ആർക്ക് വേണമെങ്കിലും പുസ്തകം എഴുതാം, ആർക്ക് വേണം. ഇപ്പോൾ എൻ്റെ ഫീൽഡ് ലോയാണ്. ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച പല അധ്യാപകരും കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ പോവാതെ മജിസ്ട്രേറ്റ് ആയവരാണ്, മജിസ്ട്രേറ്റ് ജോലി രാജിവെച്ച് പഠിപ്പിച്ചവരാണ്. അവരെല്ലാം ഗംഭീര ടീച്ചേഴ്സാണ്. കോടതിയിൽ പോകണ്ട, അവർ മുൻ ജന്മങ്ങളിൽ കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് കണക്ക് നമുക്ക് പുറമേ കാഴ്ച വെച്ച് ആരെയും റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കോടതിയിൽ പോയിട്ട് അധ്യാപകനായതാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും കോടതിയിൽ പോകാത്തവർക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഒരാൾക്കൊന്ന് കിട്ടുന്നതും കിട്ടാത്തതും നമ്മുടെ കഴിവല്ല. നമ്മളെ ഒരു നിയോഗമായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളൊരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു അമ്മ, ഒരു ഭർത്താവ്, അല്ലെങ്കിൽ അപ്പൂപ്പൻ, ഇതെല്ലാം നിയോഗങ്ങളാണ്. പാസ്റ്റ് ലൈഫ് നമ്മൾ പഠിക്കുമ്പം ഇവരെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊരു വലിയ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക്, സത്യാന്വേഷണത്തിലേക്ക് കടന്നാൽ കുരുടൻ ആനയെ കണ്ടതുപോലെ ആയിപ്പോവും. അപ്പോൾ അതാവാതിരിക്കാനാണ് ഈ ഒരു പ്രഭാഷണ പരമ്പരയും ഈ ഒരു ലേറ്റസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. എന്താ അറിയാം, അത് ആത്മീയതയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഉറയ്ക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. ഇന്ന് തന്നെ ഇത് ഇത്രയും പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ ഇത് വന്നു, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഈ സത്യാന്വേഷണത്തിൻ്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവർക്കുള്ളതാണ് ഈ പ്രഭാഷണം, അവർക്ക് അയച്ചു കൊടുക്കുക. ഇനി ആരെങ്കിലും കടക്കുന്നെങ്കിൽ സൂക്ഷ്മം, ഇതൊരു വീഡിയോ അല്ല, 100-500 വീഡിയോ ഉണ്ട്. വീഡിയോസിൽ ചെന്ന് അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിൻ്റെ ഹെഡിങ് എടുത്തിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.